രാവിലെ തന്നെ ഈ പുള്ളിക്കാരി ചായ കുടിക്കാനുള്ള തിരക്കിലാണ്. തിരക്കിനിടയിൽ എന്തായാലും കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു ക്യൂട്ട്നെസ് വാരി വിതറുകയാണ്. അപ്പോൾ ഇന്ന് ഫീൽഡ് ട്രിപ്പ് ഉണ്ട്. സാർ എന്തായാലും നേരത്തെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സാർ പിന്നെ ഇന്നലെ രാത്രി മുതലേ ട്രിപ്പിന് റെഡിയാണ്. അങ്ങനെ എന്തായാലും ട്രിപ്പ് പോകാനുള്ള ബസ്സൊക്കെ ഇവിടെ വന്ന് വെയിറ്റിംഗിലാണ്. ആ മുഖം കണ്ടാൽ അറിയാം സാറുമാർക്ക് ട്രിപ്പ് പോകാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന്. ബസ് എന്തായാലും ഫുൾ സെറ്റപ്പാണ്. കറങ്ങുന്ന ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ എത്ര സാറുമാരുണ്ടെങ്കിലും ഈ പുള്ളിക്കാരൻ സ്റ്റാറാ. അങ്ങനെ എന്തായാലും ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് എവിടെയൊന്നും നിർത്തിയപ്പോൾ കുറച്ച് ടീം ബസ് കുലുക്കാനൊക്കെ പോയിട്ടുണ്ട്. എന്തിനാണെന്ന് ആർക്കറിയാം. അങ്ങനെ ബസ് ഇപ്പോൾ നമ്മുടെ പപ്പു പറഞ്ഞതുപോലെ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തി. അപ്പൊ ഞങ്ങൾ രണ്ടെണ്ണം ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് 2 ഫോട്ടോ എടുത്ത് ഭാഗ്യമുണ്ടോന്നറിയാൻ ഒരു ലോട്ടറി എടുത്ത് ഞങ്ങൾ നേരെ വീണ്ടും വിട്ടു. പിന്നെ കുറച്ച് നേരം സാറും ഞങ്ങളും ബസ്സിൽ ഫുൾ വൈബായിരുന്നു. ഈ സാറ് ഞാൻ വിചാരിച്ച പോണൊന്നുമല്ല. ആളൊരു പുലിയാണ്. ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഡാൻസിന്റെ എനർജിനൊപ്പം പിടിച്ചിക്കാൻ ഞങ്ങൾക്ക് എന്തായാലും കഴിയില്ല. ഏതായാലും ആ ചിരി. പിന്നെ ബസ് നിർത്തിയത് വയനാട്ടിലെ ഒരു ഉള്ളേരിയയിലേക്കാണ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. അതെന്തെങ്കിലും ആട്ടെ, എന്തായാലും അവിടെയുള്ള ആളുകളോട് അവരുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇവരുടെയൊക്കെ ജീവിതം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. ഈ സാറിന് പിന്നെ കാട്ടിലോട്ടുള്ള വഴിയൊക്കെ കാണാപ്പാടമാണ്. ഇനിയിപ്പോൾ ബസ് വരുന്നവരെ എന്തെങ്കിലും ചെയ്യണ്ടേ, അതുകൊണ്ട് ഇവർ ഫോട്ടോ സെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ് എത്തി. ഭക്ഷണമില്ലാതെ എന്ത് ജീവിതം. അതുകൊണ്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ലഞ്ച് കഴിക്കാൻ വിട്ടു. അങ്ങനെ എന്തായാലും സാറിന്റെ കൂടെ ഞങ്ങളും അകത്തേക്ക് കയറി. അങ്ങനെ എന്തായാലും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ 2 സാറന്മാരും തമ്മിൽ വാശിയേറിയ പോരാട്ടമായിരുന്നു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. മാസമായി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അടിച്ചിടുമെന്ന്. എന്നാൽ ഇതാണ് സംഭവിച്ചത്. ഞാൻ നേരെ വിട്ടത് ഇർളത്തിലെ ജംഗ്ഫ്ര ഫാം സ്റ്റേയിലേക്കാണ്. ഈ സ്ഥലത്തെ പറ്റി പറയാനാണെങ്കിൽ ടൂർ പാക്കേജ് ഒക്കെ എടുത്ത് വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല വൈബ് ആംബിയൻസും കൂടാതെ നല്ല ഫെസിലിറ്റീസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ സ്ഥലമൊക്കെ ഷെരീഫ് സാറതാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിന് സാറിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്തായാലും സാറ് നാടക കുലപതിയാണെന്ന് തെളിയിച്ചു. അന്ധനായ ആൾ വടികുത്തി പോകുന്നതാണെന്ന് തോന്നുന്നു ഈ കാണിക്കുന്നത്. പിന്നെ അവിടുന്ന് നേരെ വിട്ടത് കരാപ്പുഴ ഡാമിലേക്കാണ്. ഇതിൽ എഴുതിയതും അല്ലാത്തതുമായ റൈഡുകളൊക്കെ ഇവിടെയുണ്ട്. സംഭവം നല്ല എൻജോയ്മെന്റ് തരുന്ന ഒരുപാട് റൈഡുകളൊക്കെ ഇവിടെയുണ്ട്. വരുന്നവരൊക്കെ ഒന്ന് കയറി നോക്കുക. നമ്മുടെ ടീം റൈഡ് കയറി ഇരിക്കുകയാണ്. അവരും പറക്കട്ടെ എന്ന്. എന്നാൽ അത്ര നേരം അവിടെ ചുറ്റി കിടന്നിട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യം പിന്നെയാണ് ഞാൻ ഓർത്തത്. കരാപ്പുഴ ഡാം എന്ന് പറഞ്ഞിട്ട് ഡാം ഞങ്ങൾ വന്ന് നോക്കിയിട്ടേ ഇല്ല. അങ്ങനെ എന്തായാലും നേരെ ഡാമൊക്കെ വന്ന് കണ്ടു. സൺസെറ്റും കണ്ടു. ഒക്കെ സെറ്റായി. ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തതാണ്. ഏതാ ആറ്റിറ്റ്യൂഡ്. ഇവരെയൊക്കെ സമ്മതിക്കണം. സാറിന് പോസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ഫോട്ടോ എടുക്കാനും അറിയാം. പ്രൊഫഷണൽ ക്യാമറാമാൻ പോലും ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് പോന്നു. ഇതെന്ത് തേങ്ങയാണെന്ന് നോക്കിയിരുന്ന് ഞെട്ടണ്ട. അവിടുന്ന് പോരുമ്പോൾ ബസ്സിൽ പാട്ടും ഡാൻസും ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. പിന്നെ ഒരു അറിയിപ്പ്. സാറ് കാണിക്കുന്ന ടഫ് സ്റ്റെപ്സ് ഒന്നും ആരും അനുകരിക്കരുതേ. ഈ സാറാണെങ്കിൽ അവിടെ ഇരുന്ന് തിളങ്ങുകയാണ്. അങ്ങനെ പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ കയറി. അവിടുത്തെ വെയിറ്റർ ഹിന്ദിക്കാരനായിരുന്നു. എന്നാൽ